ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമുക്കുള്ള നിരവധിയായ തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കുമൊക്കെ കൃത്യമായ ധാരണ സമ്മാനിക്കുവാനുമൊക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നതിനായി പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ മുൻപ് നടത്തിയിരുന്ന ബിസിനസ് ഒന്നും ഇവിടെ വിജയിച്ചിട്ടില്ല. നിലവിലുള്ള ഈ സ്ഥലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇതിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ആകെയുള്ളൊരു പ്രതീക്ഷയാണ്, കൈവിടരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് പ്ലാൻ കാണിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് പോർഷൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയ രീതിയിലുള്ളൊരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ നിലവിൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തൊഴിലിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് ആര് ജോലി ചെയ്താലും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ആദ്യം വന്നാലും പതുക്കെ ബിസിനസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ബിസിനസ്സിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തൊഴിൽ ഭാഗം കൂടി ഇവർ സ്ക്വയർ ചെയ്തെടുത്തിട്ട് അത് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൂട്ടിയെടുക്കുക. പക്ഷേ ഇത് കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ചുറ്റളവ് കാര്യങ്ങളൊന്നും മാറുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്താൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു വസ്തു മൊത്തം നമ്മൾ എടുക്കുമ്പം ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്തായിട്ട് ഇതിനകത്തൊരു കിണർ വരുന്നുണ്ട്. കാരണം തെക്ക് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കിണറുകൾ വരാൻ പാടില്ല എന്നെപ്പോഴും നമ്മൾ പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്ലോട്ട് നമ്മൾ മൊത്തം എടുക്കുമ്പം ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടാണ് ഈ ഒരു കിണർ വരുന്നത്. കാരണം ചില ബ്രഹ്മസ്ഥാനത്ത് കിണർ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പുരോഗതിയും നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കിണറിനെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് കോമ്പൗണ്ട് വാൾ തിരിച്ച് പുറത്താക്കി എടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാകും. അതുപോലെ കിച്ചൺ സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ ആക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ബിസിനസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ കാരണമായി തീരും. അത് തന്നെയല്ല, മെയിൻ ഡോറ് ഉച്ചസ്ഥാനത്തായിരിക്കും. കാരണം ചില എപ്പോഴും നമുക്ക് മെയിൻ ഡോറിന് വളരെയധികം പ്രാധാന്യമാണ്. ഇത് ഒന്നാമത് ഒരു ഹോട്ടൽ ആണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടൽ ചെയ്യുമ്പം അതിൻ്റെ മെയിൻ ഡോർ, അതിനകത്ത് കടന്നു വരുന്ന കസ്റ്റമർ, നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാൻ അത് കാരണമായി തീരും. അതുപോലെ ഇതിൽ ഓഫീസ് റൂം ഇവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഫെങ്ഷു അനുസരിച്ച് എലമെൻറ്റുകൾ വെച്ചിട്ട് ഒരു റീ അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് തൊഴിലിൻ്റെ ഭാഗങ്ങളും അതുപോലെ പ്രോസ്പെരിറ്റിയുടെ ഭാഗങ്ങളും അതുപോലെ ഹെൽപ്പിൻ്റെ ഭാഗങ്ങളും പ്രോസ്പെരിറ്റിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് എനർജൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. അതുപോലെ പ്രശസ്തിയുടെ ഭാഗം കൂടി നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഹോട്ടലിന് നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഇവർക്ക് കൈവരികയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ജാതകപ്രകാരം ഇദ്ദേഹത്തിന് കിഴക്ക് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഓരോ ആൾക്കാർക്കും ഓരോ ഭാഗ്യദിക്കുണ്ട്. ഇപ്പോൾ ആരാണ് ഈ ഹോട്ടൽ നടത്തുന്നത് അവരുടെ ഭാഗ്യ ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് കാണുന്നത്. ഇദ്ദേഹത്തിന് കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്യാം. അതനുസരിച്ച് ഇവർക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൗണ്ടർ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുക. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്യാഷ് ബോക്സ് കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുക. പക്ഷേ അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യുകയാണെങ്കിൽ തൊഴിൽ ഭാഗം ഇവർക്ക് കുറച്ചുകൂടി എനർജൈസ് ചെയ്യുന്നത് കാരണമായി തീരും. അതുപോലെ ഇതിൻ്റെ കാർ പാർക്കിങ് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താക്കുക, അത് കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ സെക്യൂരിറ്റി റൂമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലായിട്ട് ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈശാൻ്റെ ഒന്നും കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഈ ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് കാണുന്നുള്ളൂ. ഈ ബിൽഡിങ്ങിൽ തൊഴിൽ ഭാഗം ക്ലച്ച് പിടിക്കാത്തതിൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു കിണറുണ്ടാക്കുന്ന വിഷയങ്ങളും തൊഴിൽ ഭാഗം നഷ്ടപ്പെട്ടു പോയതിൻ്റെതായ വിഷയമാണ്. ഇത് പരിഹരിച്ചിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ജോലിയിൽ പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായും ഉണ്ടാകും. ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ വാസ്തുപരമായിട്ട് വീട്ടിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് അതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം? വ്യാപാര സ്ഥാപനങ്ങളൊരു വിഷയം വെച്ചാൽ നമ്മൾ പലപ്പോഴും പല ബിൽഡിങ്ങുകളും ഒരു വാസ്തു അനുസരിച്ച് ചെയ്യുന്ന ബിൽഡിങ്ങൊന്നും ആവണമെന്നില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്ലാനിൽ നമ്മളെപ്പോഴും അങ്ങനെ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിനകം നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് വെളിയിൽ ഒരു കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്തിനകത്ത് മാക്സ് ഉൾപ്പെടുത്തിയായിരിക്കും ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് തന്നെ. അപ്പം ആരാണോ ആ ഉടമസ്ഥൻ ഈ ഒരു കട പണിയുന്ന അല്ലെങ്കിൽ ആ കട തുടങ്ങുന്ന ഉടമസ്ഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അയാളുടെ തൊഴിലിൻ്റെ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും പ്രോസ്പെരിറ്റിയുടെ ഭാഗങ്ങളും ഒക്കെ ഞാൻ എനർജൈസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം തൊഴിൽ ഭാഗം നമ്മൾ എനർജൈസ് ചെയ്യുമ്പം പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഹെൽപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാം. അതുപോലെ പ്രോസ്പെരിറ്റിയുടെ ഭാഗം
പ്രോസ്പെരിറ്റി നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ അതിൻ്റെ പ്രോസ്പെരിറ്റി ഉയർത്തിയെടുക്കുമ്പോൾ തീർച്ചയായും വ്യത്യാസം വരും. അതുപോലെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തൊഴിൽ മേഖലയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ നമ്മുടെ ഏത് ബിൽഡിംഗ് എടുത്താലും അതിനകത്തൊരു തൊഴിൽ മേഖലയുണ്ട്. ആ ഒരു തൊഴിൽ മേഖല ഇതിൻ്റെ അകത്തെ ആ ഉടമസ്ഥൻ, അതായത് ആരാണ് കട നടത്തുന്നത് അയാളുടെ ജാതക പ്രകാരം ആ ഒരു തൊഴിൽ മേഖല നമ്മൾ ഏത് പഞ്ചഭൂതങ്ങളാണോ അത് വെച്ചിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പുതിയ പുതിയ അവസരങ്ങൾ വരും, പുതിയ കസ്റ്റമറെ കിട്ടും, തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. അത് തന്നെയല്ല, അതിന് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ അത് ആ കടയിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് വാസ്തുവിൻ്റെയൊക്കെ സിമ്പിൾസ് ഉണ്ട്. അത് വാതിൽ വെച്ചിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ ഒരു പൊളിച്ചു പണിയും കൂടാതെ നമുക്ക് ഏത് ഷോപ്പും നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ തീരെ ബിസിനസ് മോശമായിട്ട് കിടക്കുന്ന ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാസ്തു ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ സ്ലോ ആയിരിക്കും നമുക്ക് ബിസിനസ് പച്ചുപിടിച്ച് വരിക. അതേസമയം പുതിയൊരു ബിൽഡിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ നമ്മളിത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും കാര്യമൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്തായാലും വാസ്തു വെച്ചിട്ട് നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവർക്ക് അതിൻ്റെ ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുമ നിറഞ്ഞ മറ്റൊരു അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.